എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും ഓണാഘോഷവും ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അവരവരുടെ വീടുകളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലും വന്നിട്ട്, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ സ്വന്തം വീട് കോട്ടയം ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പം ഈരാറ്റുപേട്ടയിൽ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ കാണിക്കട്ടെ. ഇതിന് മുമ്പ് ഞാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കാണാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറുണ്ട് കേട്ടോ. ആറിൻ്റെ പേരാണ് നമ്മുടെ ചിറ്റാർ എന്ന് പറയും കേട്ടോ. ചിറ്റാർ കാണാനായിട്ട് ഞാനും എൻ്റെ നാത്തോനും പിന്നെ എൻ്റെ മോളും നാത്തോൻ്റെ മോനുമായിട്ട് ഞങ്ങൾ പോവുകയാണ്. രാവിലെയാണ് കേട്ടോ ഞങ്ങൾ ആറ് കാണാനായിട്ട് പോകുന്നത്. ആറ്റിൽ വലിയ വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ആറ്റിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇടവഴിയൊക്കെ ഇല്ലേ, അതുപോലുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഓരോ സ്ഥലത്ത് കാപ്പിക്കുരു നിൽക്കുന്നു കേട്ടോ. ഇതൊക്കെ വെറുതെ ഉണ്ടായി വന്ന മരമാണ്, ഇതൊന്നും നട്ടു വെച്ചതല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ ഉണ്ടായി നിൽക്കുന്ന കാപ്പിയാണ്. ആ കാപ്പിയിലെല്ലാം നിറച്ച് കാപ്പിക്കുരുവൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഈ ഇടവഴിയിൽ കൂടെ വേണം നമ്മുടെ ആറ്റിലേക്ക് നമുക്ക് പോകാനായിട്ട്. പിന്നെ കുറേ കൂവ നിൽപ്പുണ്ട് കേട്ടോ. ഈ കൂവയൊക്കെ ഇതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ഇവർ ഇതെടുത്തിട്ട് ഉണക്കിയിട്ട് ഇതിൻ്റെ കൂവപ്പൊടിയെന്ന് കേട്ടിട്ടില്ല, അങ്ങനെയുള്ള കൂവയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ കൂവ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം തണ്ടെല്ലാം വാടി ഉണങ്ങി വീഴുന്ന സമയത്താണ് കേട്ടോ കൂവ പറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുക. ഇവിടെ കൂടുതലും റബ്ബർ തോട്ടങ്ങൾ, പിന്നെ കൃഷികളൊക്കെ ഉണ്ട്. കൃഷികളെന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ, മാംഗോ ട്രീ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടവഴി കയറി കഴിയുമ്പോൾ ഒരു കൊച്ചു റോഡുണ്ട് കേട്ടോ. ആ റോട്ടിൽ കൂടെ അങ്ങോട്ട് ചെന്ന് ചാടുന്നത് നമ്മൾ ആറ്റിലേക്കാണ്. അപ്പോൾ നമ്മുടെ പൂജൂസും എൻ്റെ ആങ്ങളയുടെ മോനും കൂടെയാണ് ഒരുമിച്ച് ഇതാ കൈ പിടിച്ച് ആറ് കാണാമെന്ന് പറഞ്ഞപ്പോൾ വലിയ ഉത്സാഹപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴി ഉള്ള ഒരുപാട് ചെടികളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കാട്ടുചെടികളാണ്, പക്ഷെ നല്ല പൂക്കളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമുക്കിനി ഈ റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തോടിൻ്റെ ഈ വരമ്പത്തൂടെ നടന്ന് വേണം നമുക്ക് ആറ്റിലേക്ക് ചെല്ലാനായിട്ട് കേട്ടോ. ഈ തോട്ടിൽ കൊച്ചു കൊച്ചു മീനുണ്ട് കേട്ടോ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ കൊച്ചു കൊച്ചു മീൻ തോട്ടിൽ കാണുന്ന സമയത്ത് എന്തോ ചെയ്യുന്നതെന്നറിയാമോ, നമ്മൾ തോർത്തെടുത്തിട്ട് ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ട് ആ തോർത്തും കൊണ്ട് ഇങ്ങനെ കോരി ഈ മീനെ പിടിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് അതിനകത്താക്കും, അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് അങ്ങനെയാക്കി വീട്ടിൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മകളാണ്. പിന്നെ ഇതാണ് കേട്ടോ കൃഷിയുണ്ടെന്ന് പറഞ്ഞാൽ, മാംഗോ ട്രീ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മരമുള്ളൂ. ഇപ്പോൾ ആ കായുടെ സീസൺ കഴിഞ്ഞ്. പിന്നെ ഒരുപാട് റംബൂട്ടാനും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് വരെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. അത് അവർ മൊത്തം വന്ന് ഒരു സമയത്ത് അതിൻ്റെ വിളവെടുപ്പുണ്ടല്ലോ, ആ സമയത്ത് അത് മൊത്തം അവർ എടുത്തിട്ട് പോയി. അപ്പോൾ ഈ ആറ്റിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഞാൻ നമ്മൾ നടന്നു പോകുന്ന ഈ വരമ്പത്തൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ആറ്റിലേക്ക് ചെല്ലും. അതിൻ്റെ ഒരു സ്ഥലത്തൂടെയാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കൊച്ചു തോടിങ്ങനെ ഒഴുകുന്നത്. ഈ തോട്ടിലെ വെള്ളം ചെന്ന് ചേരുന്നത് ആറ്റിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ. നല്ല കണ്ണുനീര് പോലുള്ള വെള്ളമാണ് തോട്ടിൽ. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനും ആദ്യം ഞാൻ കാണിച്ചതില്ല, അതുപോലെ മീനും ഇതിലൂടെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പതിയെ വരമ്പത്തൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ ആറിൻ്റെ എടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് വന്നപ്പോൾ സൈഡിൽ കൂടെ ഒഴുകുന്ന ചെറിയ തോട് ഇത് കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ടോ നല്ല വെള്ളച്ചാട്ടം പോലെ ആ താഴോട്ട്. ഇത് ആറ്റിലേക്കാണ് വന്ന് ചാടുന്നത് കേട്ടോ. ഇനി നമ്മുടെ ആറ് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കല്ലുണ്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട്. ഈ കല്ലിലൂടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഈ ആറ്റിലേക്ക് വന്ന് ചേരുന്നത് കേട്ടോ. അപ്പോൾ തോടൊന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, നമ്മുടെ വെള്ളച്ചാട്ടം പോലെ വെള്ളം ചാടുന്നത് കണ്ടോ. നമ്മൾ ആദ്യം കണ്ട ആ ചെറിയ തോട്, അതിൽ നിന്ന് വന്ന് വെള്ളം ചാടുന്നത് നമ്മുടെ ആറ്റിലോട്ട്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ചിറ്റാർ കേട്ടോ. ചിറ്റാറെന്ന് പറയും. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, എന്നാൽ കുറച്ച് വെള്ളമുണ്ട്. നല്ല കണ്ണുനീര് പോലുള്ള വെള്ളമാണ്. ഇത് ആറ്റിൽ നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ. ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പായൊക്കെ ഉണ്ടാക്കുന്നില്ലേ, പണ്ട് കാലത്ത് പായൊക്കെ ഉണ്ടാക്കുന്ന തഴയെന്നെങ്ങാണ്ടാണ് ഈ മരത്തിൻ്റെ പേര്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. പണ്ട് പായ ഉണ്ടാക്കുന്ന മരമാണെന്ന് എനിക്കറിയാം.
പിന്നെ ഇതാ ആറ്റിൽ ഞാൻ അധികം വെള്ളമൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ല, കുറച്ച് വെള്ളമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ആറിൻ്റെ അക്കരെയൊക്കെ കിടക്കാം കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര വെള്ളം വരും. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ നമ്മൾ ആറുമായിട്ട് ഇതിന് എത്ര ആഴമുണ്ട് എന്നൊക്കെ നമുക്ക് നല്ല പരിചയമാണല്ലോ. ഒരുപാട് വെള്ളമൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ഒരൊറ്റ ചാട്ടമുണ്ട്. അങ്ങനെയൊക്കെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകളൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു സമയത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടി കയറി വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിറ്റാറ്. അപ്പം വെള്ളം ഒഴുകുന്നത് വളരെ ശാന്തമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെള്ളം ഒഴുക്കൊന്നുമില്ല, നല്ല കണ്ണുനീര് പോലുള്ള വെള്ളമാണ്. നമുക്ക് ഇക്കരെ നിന്ന് അക്കരെ പോകാം, അക്കരെ നിന്ന് ഇക്കരെ വരാം, അത്രയ്ക്കുള്ള വെള്ളമൊക്കെ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലേക്ക് ചാടി കുളിക്കാനൊക്കെ നമുക്ക് തോന്നും. കുട്ടിക്കാലത്ത് കുറേ നമ്മൾ ഈ ഒരു പുഴയിൽ കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വെള്ളം വരുന്ന സമയത്ത് ഇക്കരെ നിന്നിട്ട് എടുത്തങ്ങ് ചാടും, ഒന്ന് നീന്തി അക്കരെ ചെല്ലും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴൊക്കെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ആറ്റിൽ പോകും. ചിലപ്പോൾ വരുന്ന സമയത്ത് വെള്ളമൊന്നും കാണത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് വെള്ളമില്ലായിരുന്നു ആറ്റിൽ. ഇപ്പോൾ എന്തായാലും ഓണത്തിന് വന്നപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. അപ്പം വീട്ടിൽ വരുമ്പോഴേ ആദ്യം തന്നെ നമ്മൾ ആറ്റിലേക്കാണ് പോകുന്നത്. ആറ്റിൽ എത്ര വെള്ളമുണ്ട് അറിയാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള ചിറ്റാറ് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ആറെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മാംഗോ ട്രീയുടെ ഒരു മരമൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഏക്കർ കണക്കിന് അങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ സൈഡിലൂടെ നടന്നിങ്ങനെ നമ്മുടെ റോട്ടിലേക്കാണ് ഇനി കയറാൻ പോകുന്ന വരമ്പത്തൂടെ. അങ്ങനെ ഇതാ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ക്ഷണിക്കാത്ത ഒരു അതിഥി കണ്ടോ ഓടിപ്പോകുന്നുണ്ട്. ഒരു കുഞ്ഞനൊരു പാമ്പ് പോകുന്നുണ്ടോ, പുളവനാട്ടോ, വെള്ളത്തിൽ പുളവൻ. ഇതാ പോകുന്നു. അയാൾ ഓടി അങ്ങ് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിതാ നമ്മളിതാ റോട്ടിലേക്ക് കയറി. അന്നേരം ഇതാ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ കുറേ പൂക്കൾ നിൽക്കുന്നു കേട്ടോ. നല്ല രസമുള്ള പൂക്കൾ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ പൂജൂസ് ആ പൂവിൽ നിന്ന് ഇതാ 1-2 പിച്ചി. അതെല്ലാം കഴിഞ്ഞ് ഇതാ വരുന്ന വഴിക്കാണ് ഇതാ കുറേ കാന്താരി മുളക് ഇതാ പിടിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വഴിയിൽ പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അത് നട്ട് വളർത്തേക്കുന്നില്ല, ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ അതിലൂടെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ ഇതാ തിരിച്ച് വന്നപ്പോഴും ഞാൻ ആ കാപ്പിക്കുരി നിൽക്കുന്ന ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തനിയെ ഉണ്ടായി വരുന്ന, നട്ട് വെച്ചേക്കുന്നതല്ല കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഇടവഴി, നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയാണ് കേട്ടോ. എൻ്റെ നാത്തൂനാണ് മുന്നേ നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട്, ഇത് നമ്മുടെ വീട്ടിലെ മുല്ലയാണ് കേട്ടോ. മുല്ല നട്ടിട്ടുണ്ട്, കുറേ മുട്ടിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കൊച്ചൊരു മുല്ലയാണേ. ഇത് നമ്മുടെ വീട്ടിലെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആടൊക്കെ കണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ വീടൂടെ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം വീട് കേട്ടോ. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഈ ഒരു വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ആറും ഞങ്ങളുടെ വീടും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക. അപ്പം നാളത്തെ ചെറിയൊരു വ്ലോഗ് ഏതെങ്കിലും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.